പഹൽഗാം ഭീകരാക്രമണത്തിൽ ഒരു മലയാളി കൊല്ലപ്പെട്ടിട്ടുണ്ട്. കൊച്ചി ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രനാണ് കൊല്ലപ്പെട്ടത്. രാമചന്ദ്രൻ്റെ വീട്ടിൽ ഞങ്ങളുടെ പ്രതിനിധി സുധീഷ് ഗോപാൽ ഉണ്ട്. സുധീഷ്, കശ്മീരിൽ നിന്ന് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ രാമചന്ദ്രൻ്റെ ഇടപ്പള്ളിയിലുള്ള ബന്ധുക്കൾക്ക് ലഭിച്ചിട്ടുണ്ടോ? അൽ നമ്പ്യാർ രാമേന്ദ്രൻ്റെ മകളുമായും മകനുമായും സംസാരിച്ച ആൾ രാമേന്ദ്രൻ്റെ സുഹൃത്തു കൂടിയാണ്. അദ്ദേഹം നമുക്കൊപ്പം ഉണ്ട്. അദ്ദേഹത്തോട് തന്നെ നേരിട്ട് ചോദിക്കാം. ഇത് എന്തു തന്നെയായാലും ഇങ്ങനെ മുസ്ലിം ശ്ലോകം അത് ചൊല്ലണം എന്നാവശ്യപ്പെടുകയും അത് തയ്യാറാവാഞ്ഞതോടെ ആദ്യം പേരാണ് ചോദിച്ചത്. പേര് പറഞ്ഞതിന് തൊട്ടു പിന്നാലെ പ്രാർത്ഥന ചൊല്ലാൻ പറയുകയും അതിന് തയ്യാറാകാഞ്ഞതോടെ അത് അറിയില്ലെന്ന് കണ്ട ഉടനെ തന്നെ വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് അറിഞ്ഞത്. അദ്ദേഹത്തോട് തന്നെ അതിനെ സംബന്ധിച്ച് ചോദിക്കാം. ചേട്ടാ, എന്താണ് ഈ അക്രമവുമായി ബന്ധപ്പെട്ട് ചേട്ടന് മകളിൽ നിന്നും മറ്റും അറിയാൻ സാധിച്ചിട്ടുള്ളത്? മോളിൽ നിന്ന് എനിക്ക് ഇൻഫോം ചെയ്യാൻ കിട്ടിയ അതിന് മുമ്പ് മോനാണ് വിളിച്ചു പറഞ്ഞത്. മോൻ വിളിച്ചു പറഞ്ഞു, അച്ഛനിങ്ങനെ ഇത് പറ്റി. അച്ഛൻ ഓൺ ദ സ്പോട്ടിൽ പോയി. അവർ ഓടി രക്ഷപ്പെട്ടു. അടുത്ത ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. അവർ പാനിക്കാണ്, ആകെ പേടിച്ചിരിക്കുകയാണ്. അവർക്ക് വേണ്ട ഹെൽപ്പ് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ പരിചയത്തിൻ്റെ പുറത്ത് വെച്ചിട്ട് നമ്മൾ അവിടെ ഇൻഫോം ചെയ്തു. അവിടെ വേണ്ട സഹായങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് കരുതുന്നു. അതിലുപരി പിന്നീട് കുറച്ച് ശേഷം മോനെ വിളിച്ച് തന്നെ മോളെ വിളിക്കാനായിട്ടുള്ള അവരോട് ചോദിച്ചിട്ടാണ്. അതുകൊണ്ട് നമ്മൾ വിളിച്ചു ചോദിച്ചു. എന്ന് വെച്ചാൽ ഈ ഫോൺ റിങ് ചെയ്താൽ ഏത് സമയത്താണ് ഇവർ പറയാൻ പറ്റില്ലല്ലോ. എവിടെ ഒളിച്ചിരിക്കുകയാണെങ്കിൽ ഇവർ മുമ്പിൽ അങ്ങനെയൊക്കെ ഉടനെ നമ്മൾ വിളിച്ചില്ല. കുറേ നേരം കഴിഞ്ഞിട്ട് വിളിച്ചു കഴിഞ്ഞപ്പോൾ മോൻ വിളിച്ചു പറഞ്ഞു, വിളിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ മോളെ നേരിട്ട് വിളിക്കാൻ പറ്റി. നേരിട്ട് വിളിച്ചപ്പോൾ മോള് പറഞ്ഞു കരയാൻ പോലും പറ്റില്ലാത്തൊരവസ്ഥയാണ്. അമ്മ അടുത്തിരിക്കുന്നു, പൊട്ടി കരയാൻ പോലും പറ്റില്ല. ഞങ്ങൾ പറ്റാതെ ആശ്വസിപ്പിക്കാൻ നോക്കി. പക്ഷെ പറയണത് എൻ്റെ പൊന്നേട്ടാ, ഇതിൽ കൂടുതൽ എന്ത് പറ്റാനാണെന്ന് പറയുന്നത്. എൻ്റെ മുമ്പിൽ വെച്ച് കൺമുമ്പിൽ വെച്ചാണ് അച്ഛനെ വെടിവെച്ച് വന്നത്. തലയിൽ വെച്ചിട്ട് ഈ പറയുന്ന പോലെ പേര് ചോദിച്ചിട്ടുണ്ടാവണം. എന്നോട് പറഞ്ഞ പ്രെയർ ചൊല്ലാൻ പറഞ്ഞു. ഇവരുടെ ഒരു വേർഡ് അതുണ്ട്, അത് ചൊല്ലാൻ പറഞ്ഞപ്പോഴത്തേക്കും അത് അറിയില്ല എന്നാണോ ഇദ്ദേഹം എതിർക്കുകയോ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ശരിക്കും നല്ലൊരു തികഞ്ഞൊരു ദേശീയവാദിയും കൂടിയായിരുന്നു. അത് അദ്ദേഹം അറിയില്ല എന്നോ അദ്ദേഹം ചൊല്ലാന്ന് പറഞ്ഞിട്ടുണ്ടാവും, എതിർക്കുക ചെയ്തിട്ടുണ്ടാവും. ആ സമയത്ത് ഇദ്ദേഹത്തിന് മോളുടെ മുമ്പിൽ വെച്ച് തന്നെ വെടിവെച്ചു. അപ്പോൾ ആ പർട്ടിക്കുലർ അത് കഴിഞ്ഞ ഉടനെ തന്നെ മോളുടെ തലയിൽ തോക്ക് ചൂണ്ടി. അങ്ങനെയാണ് മോള് പറഞ്ഞത്. ആ തോക്ക് ചൂണ്ടിയപ്പോഴത്തേക്കും ഇവളോട് ചൊല്ലാൻ പറഞ്ഞു, അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഏതോ ഭാഗ്യം കൊണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു, രണ്ട് ട്വിൻസായിരുന്നു. അവർ കരഞ്ഞു, നല്ല കരച്ചിലായിരുന്നു. ആ പേടി അതുകൊണ്ട് അവർ പെട്ടെന്ന് ചിലപ്പോൾ അവരുടെ ലക്ഷ്യം ആണുങ്ങളായിരിക്കാം, അറിയില്ല. അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുക അത് കഴിഞ്ഞറിയില്ല. അവർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ചെരുപ്പും എല്ലാം മിസ്സായി. നേരെ അടുത്ത കാറ് പാർക്ക് ചെയ്ത ഹോട്ടലിലേക്ക് അവർ ഓടി കയറുകയാണ് ചെയ്തത്. അവിടെ നിന്ന് പിന്നീടാണ് നമ്മൾ വിളിച്ചു ചോദിച്ചപ്പോൾ അവരുടെ ഡ്രൈവറായിട്ടും ഡ്രൈവർ വിളിച്ചപ്പോൾ സേഫാണ്. നാളെ അവിടേക്ക് പുറപ്പെടുത്തുക, നാളെ പോകാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് അവിടുത്തെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അങ്ങനെ ആയതുകൊണ്ട് നാളെ ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം പുറപ്പെടുന്നതാണ് പറഞ്ഞത്. അപ്പം ചേച്ചി അറിഞ്ഞിട്ടില്ല. ഈ രാമേന്ദ്രൻ ചേട്ടനെ എത്ര നാളായിട്ട് അറിയാം? അദ്ദേഹത്തെ ഒന്ന് ഓർത്ത് പറയുമ്പോൾ എന്താ പറയുന്നത്? അദ്ദേഹം ഇവിടുത്തെ നാട്ടിലൊരു നല്ലൊരു പൊതുപ്രവർത്തകനായിരുന്നു. ഇവിടുത്തെ BJPയുടെ ഇലക്ഷൻ പ്രവർത്തനത്തിലൊക്കെ സജീവമായിരുന്നു. സ്ഥാനാർത്ഥിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. സംഘപ്രവർത്തകനായിരുന്നു. 92 ജില്ലാ കൗൺസിലേക്ക് ഇലക്ഷൻ മത്സരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഗൾഫിൽ പോയി തുടർച്ചയായിട്ട് യാത്ര ഇവിടെ തിരിച്ചു വന്നു. കുറേശ്ശെ പൊതുരംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടുത്തെ ദേവംകുളങ്ങര ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും NSS കരയുമായി ബന്ധപ്പെട്ട് നല്ല ബന്ധമുള്ളതാണ്. തന്നെയാണ് ഇന്ന് വൈകിട്ടോടെ ഇത്തരത്തിൽ ഭീകര ആക്രമികൾ അവിടേക്ക് എത്തുകയും തലയിൽ തോക്ക് ചൂണ്ടിക്കൊണ്ടാണ് ഈ പ്രാർത്ഥന ചൊല്ലാൻ പറയുന്നത്. അപ്പോൾ അതറിയില്ല, അതിനു മുമ്പ് തന്നെ പേര് ചോദിച്ചു എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഈ പ്രാർത്ഥന ചൊല്ലാൻ അറിയില്ല എന്ന് പറഞ്ഞ ഉടൻ തന്നെ വെടിയുതിർക്കുകയായിരുന്നു. അതിനുശേഷം മകളുടെ തലയിലേക്കും തോക്ക് ചൂണ്ടുന്നു. അന്നേരം കുട്ടികളുടെ 2 ഇരട്ട കുട്ടികളാണ്. കുട്ടികളുടെ കരച്ചിലിനും മറ്റും ശ്രദ്ധ തിരിഞ്ഞുടനെ ആ ഒരു സമയം കൊണ്ട് തന്നെ ഇവർ ഓടി രക്ഷപ്പെട്ടു എന്നതാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ എന്തായാലും അവർ ഹോട്ടലിലെത്തുകയും സുരക്ഷിതരായി ഇരിക്കുകയും ചെയ്യുന്നു എന്നതാണ് അറിയുന്നത്. അതിനുശേഷം സൈനികരുടെ കൂടി സാന്നിധ്യത്തിൽ ഈ മകൾ തന്നെ പോയി രാമേന്ദ്രൻ്റെ മൃതദേഹം തിരിച്ചറിയുകയും അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും മറ്റും
ചെയ്തിരുന്നു. നാളെ ഉച്ചയ്ക്ക് ശേഷമേ മകൻ അവിടേക്ക് പോകും. മകൻ അവിടെ ചെന്നതിന് ശേഷമായിരിക്കും മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ നടപടികൾ അടക്കം നടക്കുക എന്നാണ് ഇതുവരെ ലഭിച്ചിരിക്കുന്ന വിവരം. ഇതിലെല്ലാം തന്നെ ഇനിയും കൃത്യമായ ഔദ്യോഗികമായ വിവരങ്ങളെല്ലാം ലഭിക്കേണ്ടതുണ്ട്. ഇതെല്ലാം ഇവിടുത്തെ ആൾക്കാരും മറ്റും അവിടെ ഫോണിൽ സംസാരിച്ചും മറ്റും ലഭിച്ച വിവരങ്ങളാണ്. ഇന്നലെ രാവിലെയാണ് രാമേന്ദ്രൻ ചേട്ടനും ഭാര്യയും മകളും ചെറുമക്കളുമായി ഈ കാശ്മീരിലേക്ക് പോകുന്നു. ഹൈദരാബാദ് വഴി അവിടെ ഇറങ്ങി അടുത്ത ഫ്ലൈറ്റിൽ പോകുന്ന രീതിയിലുള്ള വിമാന മാർഗമാണ് അവിടേക്ക് എത്തിയത്. അതിനുശേഷം ഇന്ന് വൈകിട്ട് കുതിര സവാരിക്കായി പോകാനായി എത്തിയതായിരുന്നു. അപ്പോൾ ഭാര്യ കാറിൽ തന്നെ വിശ്രമിക്കുകയായിരുന്നു. ഈ സമയത്താണ് രാമേന്ദ്രൻ ചേട്ടനും മകൾ ആതിരയും ചെറുമക്കളും ഒരുമിച്ച് ഈ കുതിര സവാരിക്കായി അവിടേക്ക് ഇറങ്ങുന്നത്. അതിനിടയിലാണ് ഭീകരരുടെ ഭാഗത്തുനിന്നും ഇത്തരം അക്രമം ഉണ്ടാവുന്നത്. അത് കൃത്യമായി തന്നെ പേരും മറ്റു കാര്യങ്ങളും ചോദിച്ചറിഞ്ഞുകൊണ്ട് മതം ഏതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള കൊലപാതകം എന്ന് തന്നെ ഈ ഭീകരാക്രമണത്തെ പറയേണ്ടി വരും. ആ രീതിയിൽ വളരെ ദാരുണമായ സംഭവമാണ്. ഇവിടെ നാട്ടിൽ വളരെ സജീവമായ ഒരു സാമൂഹ്യ പൊതുപ്രവർത്തകനായിരുന്നു രാമേന്ദ്രൻ ചേട്ടൻ. 1992 ജില്ലാ കൗൺസിലിലേക്ക് BJP സ്ഥാനാർത്ഥിയായി ഈ ഡിവിഷനിൽ മത്സരിച്ചിരുന്നു. അതിനുശേഷം വിദേശത്തേക്ക് പോവുകയും പിന്നീട് തിരിച്ചെത്തിയ ശേഷവും പൊതുപ്രവർത്തന രംഗത്ത് വളരെ സജീവമായി നിന്നിരുന്നു. ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. ക്ഷേത്രകാര്യങ്ങളിലും കരയോഗ കാര്യങ്ങളിലും എല്ലാം വളരെ സജീവമായി പ്രവർത്തിക്കുന്ന വ്യക്തിയായിരുന്നു. പൊതുപ്രവർത്തനത്തിൽ ഈ വിദേശത്തു നിന്നും തിരിച്ചെത്തി വളരെ സജീവമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഇങ്ങനെ അതിദാരുണമായ ഭീകരാക്രമണത്തിൽ ഒരു മരണം സംഭവിക്കുന്നത്. അനിൽ നമ്പ്യാർ. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ മലയാളിയും കൊച്ചി ഇടപ്പള്ളി സ്വദേശി N രാമചന്ദ്രനാണ് കൊല്ലപ്പെട്ടത്. സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.